നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് H1N1 പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. മംഗളൂരുവിലെ മോഖവീര മഹാസഭാ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം. 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്തുവാനാകാതെ പോലീസ്. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. മുസാഹാജി ആൾവായി സ്മരണാർത്ഥം മണിമുണ്ട എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ 3ാം ടാലന്റ് സെർച്ച് പരീക്ഷ ഓഗസ്റ്റ് 4-ന്. മഞ്ചേശ്വരം സബ് ജില്ലയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് അജാനൂരിൽ H1N1 ബാധിച്ച് വീട്ടമ്മ മരിച്ചു. മുട്ടത്ത് കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. പ്രദേശത്തെ 7 പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആരോഗ്യ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ശക്തമായ പനിയും ചുമയും ബാധിച്ച് ഇവരെ ആദ്യം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പരിശോധനയിൽ H1N1 ലക്ഷണം കണ്ടതോടെ മംഗലാപുരം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 ദിവസമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി മരണപ്പെട്ടത്. ഇവരുമായി സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 7 പേർക്ക് പനിയും ചുമയും ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സ്ഥലത്തെത്തിയ ആരോഗ്യ പ്രവർത്തകർ എല്ലാ മുൻകരുതൽ നടപടികളും സ്ഥിരീകരിച്ചിട്ടുള്ളതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 18-കാരന് അമേബിക് മസ്തിഷ്കജ്വരം രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് അമ്പലത്തറ പോലീസ് സ്റ്റേഷന് സമീപത്തെ കുളത്തിൽ ഒരാഴ്ച മുമ്പ് കൂട്ടുകാർക്കൊപ്പം കുളിച്ചിരുന്നു. പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗളൂരുവിലെ മൊഖവീര മഹാസഭാ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം. 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. 2014 മെയ് 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മംഗളൂരു മൊഖവീര മഹാസഭ നേതാവ് ഗംഗാധർ പങ്കലയുടെ കൊലപാതക കേസിൽ 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവിനും 15,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പനമ്പൂർ മീനക്കാലിയ സ്വദേശികളായ സതീഷ് ബൈക്കമ്പാടി, ഹരീഷ്, ഭാസ്കർ, ഉടുപ്പി ശിവള്ളി സ്വദേശി പുഷ്പരാജ് എന്നിവരെയാണ് സെക്കൻഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VN ജഗദീഷ് ശിക്ഷിച്ചത്. പ്രതികളിൽ ഒരാളായ സതീഷ് ബൈക്കമ്പാടിയെ ഗംഗാധറിന്റെ നേതൃത്വത്തിലുള്ള ബൈക്കമ്പാടി മൊഖവീര മഹാസഭയിൽ നിന്ന് ഫണ്ട് തിരിമറിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2014 മെയ് 15-ന് പനമ്പൂർ മീനക്കാലിയ ഷിപ്പിംഗ് ഗോഡൌണിന് സമീപമാണ് കൊലപാതകം നടന്നത്. ഗംഗാധറിനെ കാറിടിച്ച് കൊല്ലുകയായിരുന്നു. റോഡപകടത്തിൽ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. പിഴയായി ഈടാക്കിയ തുകയിൽ 50,000 രൂപ മരിച്ച ഗംഗാധറിന്റെ മക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകാനും ബാക്കി തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. 4 പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലാതാകുന്ന രീതിയിൽ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. സിറ്റിംഗിൽ 36 പരാതികളിൽ 8 പരാതികൾ തീർപ്പാക്കി. 4 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി മാറ്റിവെച്ചു. 24 എണ്ണം അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഏറെ ബാധിക്കുന്നുണ്ടെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. ഇത് വലിയ സാമൂഹ്യ വിപത്തായി മാറുന്നുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു. പരസ്പരം സഹിഷ്ണുതയില്ലായ്മ, വിശ്വാസക്കുറവ്, സാമ്പത്തിക സമ്മർദ്ദം,
മൂന്നാം കക്ഷിയുടെ ഇടപെടൽ എന്നീ ഘടകങ്ങൾ വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. ഇതിന് ശക്തമായ സാമൂഹ്യ ബോധവൽക്കരണം ആവശ്യമാണ്. എന്നാൽ പലരും കൗൺസിലിങ്ങിന് വിധേയരാകാൻ വിസമ്മതിക്കുന്ന അവസ്ഥയുമുണ്ട്. പ്രായമായവരെ പുറന്തള്ളുകയും അവർക്ക് ഭക്ഷണവും ചികിത്സയും മരുന്നും നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവണതകളും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്നു. ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ പല നിയമപരമായ ആനുകൂല്യങ്ങളും സ്ത്രീക്ക് കുടുംബത്തിൽ നിന്ന് നിഷേധിക്കപ്പെടുന്നു. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കൽ, സ്വത്ത് തട്ടിയെടുക്കൽ, വീട്ടിലുള്ള അവകാശങ്ങൾ തടയുക പോലുള്ള ഭീഷണികളും സ്ത്രീകൾ കുടുംബത്തിൽ നിന്ന് നേരിടുന്നു. ഏകാന്തതയും അവഗണനയും നിസ്സഹായാവസ്ഥയും മൂലം രോഗമില്ലാത്ത സ്ത്രീകൾക്ക് പോലും അനാരോഗ്യമുണ്ടാകുന്നു. ഇത്തരം സ്ത്രീകൾക്ക് സമൂഹത്തിൽ കൂടുതൽ പരിഗണന ആവശ്യമാണ്. കമ്മീഷന്റെ സിറ്റിംഗിൽ തീർപ്പാക്കിയ പരാതികളിൽ അധികവും കുടുംബ പ്രശ്നങ്ങളും സ്വത്ത് തർക്കങ്ങളും അയൽവാസികളുമായി ബന്ധപ്പെട്ട പരാതികളുമായിരുന്നു. കമ്മീഷൻ ജീവനക്കാരായ അഫ്സൽ റാഫി, സതീഷ് കുമാർ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്തുവാനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുന്നു. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടേത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സ്നേഹ മെർലിനെ പിടികൂടാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുമ്പോഴും സ്നേഹ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. ലഹരി കേസിലകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർഗോട്ടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചിരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിന് ഇരയാക്കിയത്. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ചൈൽഡ് ലൈഫ് പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. ഇതോടെ സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടേത്. തളിപ്പറമ്പിലെ CPI നേതാവ് K മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൂസ ഹാജി ആൾവായി സ്മരണാർത്ഥം മണിമുണ്ട എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ 3ാം ടാലന്റ് സെർച്ച് പരീക്ഷ ഓഗസ്റ്റ് 4 മണിമുണ്ട സ്കൂളിൽ നടക്കും. മഞ്ചേശ്വരം സബ് ജില്ലയിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് ടാലന്റ് സെർച്ച് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പരേതനായ മൂസ ഹാജി ആൾവായിയുടെ സ്മരണാർത്ഥം മണിമുണ്ട എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3ാമത് ടാലന്റ് സെർച്ച് പരീക്ഷ ഓഗസ്റ്റ് 4 മണിമുണ്ട സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1977 മുതൽ വിദ്യാഭ്യാസ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന മണിമുണ്ട എഡ്യൂക്കേഷണൽ സൊസൈറ്റി പിന്നാക്ക വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം, വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിവരുന്നത്. സൊസൈറ്റിയുടെ സ്ഥാപകനായ അദ്ദേഹം സർവ്വ മേഖലകളിലും നിറസാന്നിധ്യമായിരുന്നു. മുസ്ലിം റിലീഫ് കമ്മിറ്റി സ്ഥാപക ചെയർമാൻ, മംഗൽപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ്, KVVS ഉപ്പള യൂണിറ്റ് ഭാരവാഹി, മംഗൽപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഉപ്പള റെയിൽവേ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഉപ്പള മണിമുണ്ട റോഡ് യാഥാർത്ഥ്യമാക്കൽ, ഉപ്പള റെയിൽവേ സ്റ്റേഷൻ വികസനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിച്ചു. മഞ്ചേശ്വരം സബ് ജില്ലയിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് ടാലന്റ് സെർച്ച് പരീക്ഷ സംഘടിപ്പിക്കുന്നത്.
ബന്ധപ്പെട്ട ക്ലാസുകളുടെ പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി എല്ലാ അക്കാദമിക് വിഷയങ്ങളിൽ നിന്നും പൊതുവിജ്ഞാനത്തിൽ നിന്നുമായി OMR രീതിയിലായിരിക്കും പരീക്ഷ. വിജയികൾക്ക് യഥാക്രമം 2222, 1555, 1111 വീതം ക്യാഷ് അവാർഡുകളും മൊമന്റോയും സമ്മാനിക്കും. പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പങ്കെടുക്കാം. ഓഗസ്റ്റ് 2-ന് രജിസ്ട്രേഷൻ അവസാനിക്കും. നമ്മൾ കുട്ടികൾക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി സ്കോളർഷിപ്പ് എക്സാം നടത്തിയിരുന്നു. ഇത്തവണ 3ാമത്തെ പ്രാവശ്യമാണ് ഹാവിംഗ് സെർച്ച് 2026 എന്ന പേരിലാണ് നമ്മൾ ഈ പ്രാവശ്യം പരിപാടി നടത്തുന്നത്. മഞ്ചേശ്വരം സബ് ജില്ലയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അതേപോലെ മഞ്ചേശ്വരം സബ് ജില്ലയിൽ താമസിക്കുന്ന സബ് ജില്ലയ്ക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. മുഹമ്മദ് അസീം മണിമുണ്ട, ഷെയ്ഖ് മുഹിയുദ്ദീൻ സാബിർ, സിയാന സാബിർ, മുഹിയുദ്ദീൻ ഷിഹാബ്, മുഫീദ് പോസോട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. ഓപ്പറേഷൻ സൈഹാണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക അറസ്റ്റ്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ പരിശോധനയിൽ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13 ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നതും സൈബർ സാമ്പത്തിക തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വിനിമയം നടത്തുന്ന അക്കൗണ്ടുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചുവരുന്നത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സമഗ്ര അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ ജാഗ്രതയും പങ്കാളിത്തവും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിൽ എല്ലാവരും തൂഫാൻ വാരിയർമാരായി മാറി ലഹരിക്കെതിരെ രംഗത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കമലാക്ഷി അധ്യക്ഷത വഹിച്ചു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഷഹീമ ഫിദ, EK ഇബ്രാഹിം കുഞ്ഞി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് ഹനീഫ്, മോഹൻ റായ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K ഹരീഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B പാത്തു നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്വാതന്ത്ര്യദിനത്തിൽ വാമോസിന്റെ ഫ്രീഡം റൺ 3 സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 15-ന് രാവിലെ 6:15-ന് ആദ്യമെത്തുന്ന 300 പേർക്ക് ജേഴ്സി വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ വാമോസിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം റൺ 3 സംഘടിപ്പിക്കുന്നു. ഏകദേശം 1000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചുവെന്നും സംഘാടകർ വ്യക്തമാക്കി. വാമോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് അതിന് ഭാരവാഹികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. പക്ഷെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അതിനൊരു ഇൻസ്ട്രക്ടർ, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നമ്മുടെ ഷഫീഖ്
അത് നിർവഹിക്കുന്നതാണ്. ഇത് അഷ്റഫ് സോണു, നാസർ, മുനീർ, ജിയാദ്, മുജീബ്, അബ്ദുള്ള. ഇത് ഒരാളാണ് ഇത് തുടങ്ങി വെച്ചത്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാൾ അലങ്കര ദക്കീറത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അങ്ങനെ ഒരു 5 പേര് റാമോസ് എന്ന പേരിൽ ഒരു മോർണിംഗ് വർക്കൗട്ട് കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തതാണ്. ഇന്ന് ഏകദേശം 100 ചില്ലാനം ആൾക്കാർ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് റാമോസ് നടത്തുന്നത്. ഈ ആഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഫ്രീഡം റൺ 3 സംഘടിപ്പിക്കുകയാണ്. അലങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഇത് അവസാനിക്കുന്നത്. ഏകദേശം 1000-ഓളം ആളുകളെ നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഷഫീഖ് തെരുവത്ത്, അഡ്വക്കേറ്റ് VM മുനീർ, സിയാദ് KM, മുജീബ് KA, മുനീർ സാക്കുറ, അബ്ദുള്ള, അഫ്താബ്, അഷ്റഫ് സോണു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൈഡ് 2026 പരിപാടിയിൽ പ്രവാസി വെൽഫെയർ സ്കീം പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കുള്ള ചെർക്കളം അബ്ദുള്ളയുടെ നാമധേയത്തിലുള്ള വെൽഫെയർ എക്സലൻസ് അവാർഡ് 2026 സമ്മാനിച്ചു. വെസ്റ്റ് ബസ്റ്റേൺ പേൾ ക്രീക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങ് ദുബായ് KMCC പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രൈഡ് 2026 പരിപാടിയിൽ പ്രവാസി വെൽഫെയർ സ്കീം പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കുള്ള ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ നാമധേയത്തിലുള്ള വെൽഫെയർ എക്സലൻസ് അവാർഡ് 2026 സമ്മാനിച്ചു. വെസ്റ്റ് ബസ്റ്റേൺ പേൾ ക്രീക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങ് ദുബായ് KMCC പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ അബ്ദുള്ള ആറങ്ങാടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമ്മൽ, ഇസ്മായിൽ നാലാംവാതുക്കൽ, ഫൈസൽ പട്ടേൽ, ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ, ഹംസ മധൂർ, മജീദ് കോളിയാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുക്കന്മാരെ വീട്ടിലെത്തി ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഭാസ്കരന് ആദരവ് നൽകി. തൃക്കരിപ്പൂരിലെ സംഗീതജ്ഞനും പൂരക്കളി മറത്തുകളി പണിക്കരുമായ കക്കുന്നം പത്മനാഭനെയും പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മുൻ അഗ്രോണമി മേധാവി IP ശ്രീധരൻ നമ്പ്യാർ, കേന്ദ്ര മുൻ അസോസിയേറ്റ് ഡയറക്ടർ സുമംഗല S. നമ്പ്യാർ എന്നിവരെയുമാണ് ആദരിച്ചത്. ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആദരിച്ചത്. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഭാസ്കരൻ ഗുരുക്കന്മാരെ ആദരിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഭാസ്കരൻ ഗുരുക്കന്മാരെ ആദരിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV മോഹനൻ, U. രാജൻ, E. രാമചന്ദ്രൻ, പിലിക്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P. ജയരാജ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗവും പുത്തിലോട്ട് ശക്തി കേന്ദ്ര ഇൻചാർജുമായ MV ശ്രീനിവാസൻ, തങ്കയം ശക്തി കേന്ദ്ര ഇൻചാർജ് K. ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്യാൾ ദേവകിയും മകളും കുടുംബവുമാണ് തല നാഴിലേക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ദേവകിയുടെ വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭാഗം ചൊവ്വാഴ്ച രാത്രി 11:30 കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത്. ഉറക്കത്തിൽ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ വീടിന്റെ മറ്റു ഭാഗത്തേക്ക് കൂടി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു.
മേൽക്കൂരയിലെ കഴുക്കോലുകളും ഓടുകളും പട്ടികയും ഒടിഞ്ഞ് വീഴുകയായിരുന്നു. വീടിൻ്റെ ചുമർ പിളർന്ന നിലയിലാണുള്ളത്. ദേവകിയും മകൾ സനിതയും സനിതയുടെ മകൻ +1 വിദ്യാർത്ഥി സുരേഷ് എന്നിവരുമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം എം രാമചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം EV ദാമോദരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, സെക്രട്ടറി V മനോഹരൻ, വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ R മധുസൂദനൻ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. 11:30 തൊട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് തുറക്കാൻ പറ്റാതെ ഭാഗത്തേക്ക് ഞങ്ങൾ അന്നേരം ബാക്കിൽ പെട്ടെന്ന് വീണാ എങ്ങനെ വീണത് ഇതിന്ന് പൊട്ടുന്ന വെച്ച് പുറത്തേക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം വീട്ടിൽ? നമ്മൾ 3 ആളുണ്ടായിരുന്നു. രണ്ടാളും ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു സ്നേഹത്തിൽ. പ്രളയമരത്താണ് കിടക്കുന്നത്. ശരി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാർപ്പൻ്ററി വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. जिला कारपेंटर वर्कर्स जिंदाबाद, जिला कारपेंटर वर्कर्स जिंदाबाद, जिला सम्मेलन जिंदाबाद, जिला सम्मेलन जिंदाबाद, जुलाई लते जिंदाबाद, CITU जिंदाबाद, CITU जिंदाबाद, इनकलाब जिंदाबाद, इनकलाब जिंदाबाद, CITU जिंदाबाद, CITU जिंदाबाद, जिला सम्मेलन जिंदाबाद, जिला सम्मेलन जिंदाबाद. ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്ന് പടുവളം EMS ഭവനിൽ നടന്ന ജില്ലാ കാർപ്പൻ്ററി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമാനമായ നിലയിലാണ് ഇന്നിപ്പോ ഈ മരപ്പണി എന്ന് പറയുന്ന നമ്മുടെ കാർപ്പൻട്രി എന്നൊക്കെ കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷ് വാക്കൊക്കെ ചേർത്ത് പിടിക്കുന്ന തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ആദ്യത്തെ തൊഴിൽ രംഗങ്ങളിൽ ഒന്നാണ് ഈ മരപ്പണി എന്ന് പറയുന്നത്. പൊതുവെ നമ്മുടെ രാജ്യത്ത് എല്ലാ തൊഴിൽ മേഖലയും പ്രതിസന്ധിയിലാണ്. ആ തൊഴിൽ മേഖലകൾ തൊഴിലില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി എടുക്കുന്ന നയങ്ങളുടെ ഭാഗമായി തൊഴിൽ മേഖല പ്രതിസന്ധിയിലാകുന്നത്. അതിന്റെ തെളിവാണ് IT രംഗത്തെയൊക്കെ ഈ പ്രതിസന്ധി. ജില്ലാ പ്രസിഡന്റ് K ബാബു പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ K പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി VP രാജീവൻ പ്രവർത്തന റിപ്പോർട്ടും, KV കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും, O ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. രജിസ്ട്രേഷൻ KV കുഞ്ഞികൃഷ്ണൻ, സന്തോഷ് കുമാർ, KP രാഘവൻ, മിനുട്സ് ബാബു O, B ചന്ദ്രൻ, ജനാർദ്ദനൻ, പ്രമേയം K രാജൻ, ദിവാകരൻ N രവീന്ദ്രൻ, പ്രസീഡിയം K ബാബു, സ്റ്റിയറിംഗ് VP രാജീവൻ, K മോഹനൻ, ശശികുമാർ എന്നിവർ നേതൃത്വം നൽകിയ സബ് കമ്മിറ്റികളാണ് സമ്മേളനം നിയന്ത്രിച്ചത്. CITU ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ, MV ചന്ദ്രൻ, C ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി VP രാജീവനെ സെക്രട്ടറിയായും, B ചന്ദ്രൻ, ബാബു O എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KV കുഞ്ഞികൃഷ്ണനെ പ്രസിഡന്റായും, K മോഹനൻ, K രാജൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ട്രഷററായി ശശികുമാർ Oയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം നടക്കാവിൽ നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കും സംഘടന ജിന്ദാബാദ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം നടക്കാവിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ശുഭ്രപതാക ഓരോ വാണിജ്യ കേന്ദ്രങ്ങളിലും
ഓരോ ചെറിയ അങ്ങാടികളിലും ഓരോ വലിയ മാളുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വിപുലീകരണം ഉണ്ടായത്. എന്നാൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നാം വലിയ മുന്നേറ്റം ഈ കഴിഞ്ഞ 10-38 വർഷത്തിനിടയിൽ മുന്നോട്ട് പോകുമ്പോഴും വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധി ഓരോ വർഷവും കടന്നു വരികയാണ്. MV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. MK സുനിത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ ഉദയകുമാർ പാലായ്, ജില്ലാ സെക്രട്ടറി TV ബാലൻ, KV സുകുമാരൻ, രാജൻ മടിക്കൈ, C അനിത, ലിജു അബൂബക്കർ, K സുജിത്, M ശബരീശൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി M മാധവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളന പ്രസിഡിയം MV കുഞ്ഞിക്കണ്ണൻ, ഹൈറുന്നിസ UK രാഘവൻ എന്നിവർ നിയന്ത്രിച്ചു. സംഘാടക സമിതി ചെയർമാൻ സനൽ സ്വാഗതവും കുമാരൻ മാണിയാട്ട് നന്ദിയും പറഞ്ഞു. പ്ലാസ്റ്റിക് ഉപയോഗമില്ലാത്ത കടകളിൽ നിന്നും യൂസർ ഫീ പിരിക്കുന്ന നടപടിയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്മാറണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിഗല്ല പ്രതിരോധവും പാനീയ ചികിത്സയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും ജില്ലാതല ഉദ്ഘാടനവും അജാനൂർ പഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. ഷിഗല്ല പ്രതിരോധവും പാനീയ ചികിത്സയുടെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും ജില്ലാതല ഉദ്ഘാടനവും അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷിഗല്ല രോഗം. നമ്മളൊക്കെ ആദ്യം ഒന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു പേടി ഉണ്ടായെങ്കിലും പൊതുവെ എല്ലാ ആളുകളോടും അത് പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, അതിനാവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചെയ്താൽ. അതുകൊണ്ടാണ് ജില്ലാ മെഡിക്കൽ വിഭാഗത്തിന്റെ ഭാഗമായി പെരിയ CHCയിലെ വിജിസാർ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിനകത്തെ ആ പ്രദേശം തീരദേശ മേഖലയാണ് ഒന്ന് രോഗം പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും 100% നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇടപെട്ടതുകൊണ്ടും അവിടെ കൂടുതൽ രോഗികളില്ലാതെ നമുക്ക് ആ രോഗത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ അറിയാം, തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് പുല്ലൂർപേരി പഞ്ചായത്ത്. ഇന്നലെ അവിടെ കുളത്തിൽ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടി കുളിച്ചതിന്റെ ഭാഗമായി അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് അവരിപ്പോൾ ആശുപത്രിയിലാണ്. അതറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പിനകത്തേക്കും വാട്സാപ്പ് സന്ദേശമായി നൽകിയിട്ടുണ്ട്. മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ KT ദിനാചരണ സന്ദേശം നൽകി. ബിന്ദു K, MV രാഘവൻ, കുഞ്ഞാമിന C, കാവ്യ TV, ധന്യ ദയാനന്ദൻ, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ചന്ദ്രൻ M, അനിൽകുമാർ R, ധനേഷ് KC, സുധീർ MN, ബിജു ബാലുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സന്തോഷ് B സ്വാഗതവും ബിജു ബാലുശ്ശേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും ആദരിക്കൽ ചടങ്ങും നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും ആദരവും അനുമോദനവും നടന്നു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിലുള്ള ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ സുധീഷ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ നമ്മൾ നടത്തപ്പെടുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്ലെയിമുകളിലൊന്നും ഗണ്യമായിട്ടൊരു പരിഗണന ഇൻഷുറൻസ് കമ്പനി കിട്ടില്ല. കാരണം അവർ എങ്ങനെയെങ്കിലും നമ്മുടെ ക്ലെയിമുകൾ തള്ളണം എന്നുള്ള ചിന്താഗതി കൂടെയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലെയിമുകളും. ഏകദേശം 650, 700, 800 പരം ആളുകളുടെ ഇന്റിമേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്ന വർഷത്തോറും. അപ്പൊ ഇത്രയും ആളുകളുടെ ഇത് കണ്ടപ്പോൾ ഇൻഷുറൻസ് കമ്പനി വാങ്ങുന്നേക്കാളും 5 ഇരട്ടിയാണ് നമുക്ക് തിരിച്ചറിയേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എന്താക്കി, നമ്മൾ അതിനു വേണ്ടി നമ്മൾ ക്ലെയിമിന്റെ പ്രീമിയത്തിന് വേണ്ടി നമ്മൾ കോട്ട് എടുത്തപ്പോ 500 രൂപയിൽ കുറയാത്ത പൈസയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്ക് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരാന്നുള്ളൊരു അറിയിപ്പ് കിട്ടി നമുക്ക്.
യൂണിറ്റ് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് എം എൻ ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി എം ദേവദാസ് സംഘടനാ വിശദീകരണവും ജില്ലാ ട്രഷറർ വി മനു വിനായക ട്രെയിനിംഗ് കാര്യങ്ങളെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസിനെക്കുറിച്ചും ജില്ലാ വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ വർക്ക്ഷോപ്പ് ബ്രാൻഡിംഗിനെക്കുറിച്ചും സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനാ ഭാരവാഹികളെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മഹേഷ് റാവു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ആർബിട്രേഷൻ കമ്മിറ്റി അംഗം രതീഷ് മടിക്കൈ, സംസ്ഥാന കമ്മിറ്റി അംഗം പി അരവിന്ദൻ, രതീഷ് കാസർഗോഡ്, വി ജയരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ചയും നടന്നു. യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ അരുൺകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ടക്ടർ രാജേഷ് ചികിത്സാ സഹായം ബസ് കിംഗ് വാട്സാപ്പ് കൂട്ടായ്മ കാരുണ്യ ബസ് യാത്ര നടത്തി. പരപ്പ, നെല്ലിയടുക്കം, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന കൃഷ്ണപ്രിയ ബസ്സാണ് കാരുണ്യ യാത്ര നടത്തിയത്. പാറപ്പള്ളി ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് കൊന്നക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോസഫ് ബസിന്റെ കണ്ടക്ടർ 30 വയസ്സ് മാത്രം പ്രായമുള്ള രാജേഷിന്റെ ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ബസ് കിംഗ് വാട്സാപ്പ് ആപ്പ് കൂട്ടായ്മ കാരുണ്യ ബസ് യാത്ര നടത്തി. പരപ്പ, നെല്ലടുക്കം, നീലേശ്വരം, കാഞ്ഞങ്ങാട് റൂട്ടിലോടുന്ന കൃഷ്ണപ്രിയ ബസ്സാണ് കാരുണ്യയാത്ര നടത്തിയത്. ഇന്നൊരു ദിവസം യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ സ്വരൂപിക്കുന്ന തുക രാജേഷിന്റെ ചികിത്സാ ചെലവിലേക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് കാരുണ്യയാത്ര നടത്തിയത്. നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങുന്ന ആദ്യത്തെ കാരുണ്യയാത്ര നീലേശ്വരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ അജിത ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഴ്ച പാറപ്പള്ളി എന്ന ബസ് അപകടത്തിൽ ബസ്സിൻ്റെ അടിയിൽപ്പെട്ട് ചികിത്സയിലാണ്. കാസർഗോഡ് മിംസ് ഹോസ്പിറ്റൽ ചികിത്സ സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയില്ലാതെ കുടുംബമാണ്. ഇപ്പോൾ തന്നെ ഒരു 7-8 ലക്ഷം രൂപയോളം ചെലവിനായി. എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതൽ റെസ്റ്റ് വേണ്ടിവരുന്ന ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് കൂട്ടായ്മ അംഗവും കൃഷ്ണപ്രിയ ബസ് ഉടമയുമായ രതീഷ് അധ്യക്ഷത വഹിച്ചു. വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങൾ, ബസ് ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിട്ടയർഡ് അധ്യാപകനും മാതൃഭൂമി ഹോസ്ദുർഗ് ലേഖകനുമായിരുന്ന കാവുങ്കൽ നാരായണൻ അനുസ്മരണം നടന്നു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. റിട്ടയേർഡ് അധ്യാപകനും മാതൃഭൂമി ഹോസ്ദുർഗ് ലേഖകനുമായിരുന്ന കാവുങ്കാൽ നാരായണനെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ യോഗം അനുസ്മരിച്ചു. ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, എം അസിനാർ, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, സി മുഹമ്മദ് കുഞ്ഞി, എം സി ജോസ്, എ ദാമോദരൻ, പപ്പൻ കുട്ടമത്ത്, ബാബു കുന്നത്ത്, അരവിന്ദൻ മാണിക്കോത്ത്, മാനുവൽ കുറിച്ചിത്താനം, ടി മുഹമ്മദ് അസ്ലം, ടി കെ നാരായണൻ, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാടിന്റെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കാവുങ്കൽ നാരായണ മാഷയും നമ്മളിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. നാരായണ മാഷെ താലൂക്കിനകത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അധ്യാപന രംഗത്തും അതിലുപരി സാംസ്കാരിക, നാടക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ചാർത്താൻ മാഷിന് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ള വർഷക്കാലം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ സ്ഥാപന സമയത്ത് ഇന്ന് അതിന് നേതൃത്വം നൽകിയ ദാമോദരനും മോമോനി മാഷും ടി കുഞ്ഞിരാ മാഷും ഒന്നും നമ്മുടെ കൂടെയില്ല.
ബാബു കോട്ടപ്പാറ സ്വാഗതവും KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് H1N1 പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. അജാനൂർ മാണിക്കോത്തെ കരുണാകരന്റെ ഭാര്യ യശോദയാണ് മരിച്ചത്. മംഗളൂരുവിലെ മോഖവീര മഹാസഭാ നേതാവ് ഗംഗാധർ പങ്കാലയുടെ കൊലപാതകം. 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കുട്ടികളെ സാരമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിൽ നടന്ന സിറ്റിംഗിൽ 8 പരാതികൾ തീർപ്പാക്കി. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ കണ്ടെത്തുവാനാകാതെ പോലീസ്. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. മുസാഹാജി ആൾവായി സ്മരണാർത്ഥം മണിമുണ്ട എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ 3ാം ടാലന്റ് സെർച്ച് പരീക്ഷ ഓഗസ്റ്റ് 4-ന്. മഞ്ചേശ്വരം സബ് ജില്ലയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ. ഓപ്പറേഷൻ സൈഹാണ്ടിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരിശോധന. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.